അതുപോലെ തന്നെ ഞങ്ങൾ ഉള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കുറേ മാവും തൈയൊക്കെ വെച്ചു 2 വർഷം മുന്നേ 4 വർഷം മുന്നേ ഒക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പൂച്ചെടികൾ പരിപാലിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനൊരു സന്തോഷവും ഒരു നല്ലൊരു സമാധാനം ഒരു ഉറക്കവും കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം എന്നെ സംബന്ധിച്ച് ഉപകരിച്ചിട്ടുണ്ട്. ഒരു സമാധാനം കിട്ടാത്തൊരു ലൈഫൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഒരു നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ ഇത് പരിചരിക്കുമ്പോഴൊക്കെ പക്ഷേ ഞാനൊരു സപ്പോർട്ടും കൂടി ചെയ്യുമ്പോൾ ഇപ്പം കൂടി അതൊരു നല്ലൊരു സമാധാനവും സന്തോഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൂച്ചെടി താല്പര്യം തുടങ്ങിയത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അന്ന് റോസപ്പൂക്കൾ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ റോസ് 10-70 ടൈപ്പ് റോസ് ഉണ്ടായിരുന്നു വീട്ടിൽ. സമയം നമ്മളെ കണ്ടെത്തുക ചെയ്യുക. ഒരുപാട് തിരക്കുള്ള സമയങ്ങൾ അന്ന് ഞാൻ ബാങ്കിൽ വലിയ സമയത്തിലും സമയം ഞാൻ കണ്ടെത്തുമായിരുന്നു. ഇതിന് മണ്ണൊക്കെ നിറയ്ക്കാനും ചെറിയ കുഞ്ഞടക്കം വന്നിട്ട് ഇത് കാര്യങ്ങൾ അവനാണ് മുന്നിൽ വന്നിട്ട് ഇത് ചെയ്യുക തുടങ്ങുക പരിപാടി. വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ കർഷകരുമായി പടവും പറമ്പിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മളുള്ളത് മീനങ്ങാടിയിലാണ്. ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്കാണ്. ഇദ്ദേഹം ഒരു സമ്മിശ്ര കർഷകനാണ്. അതുപോലെ തന്നെ നല്ലൊരു പൂന്തോട്ടം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അത്രയധികം ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഞാനിവിടെ ഈ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ കാറ്റ്സ് ക്ലൗ പൂ ഇപ്പോൾ നിറഞ്ഞു പൂത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയുണ്ട്, കോഴി വളർത്തലുണ്ട്, അതുപോലെ ഗൂസ് അങ്ങനെയുള്ള പക്ഷികളൊക്കെ നമുക്ക് അല്പം വരുമാനത്തിനായിട്ട് ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നു. ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം ചെറിയ തോതിലൊരു മാവ് നമ്മുടെ മാങ്ങ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ പൂത്തു കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ. അപ്പോൾ കാണാം കാഴ്ച. മീനങ്ങാടി താഴത്തുവയലിലെ മഞ്ഞു പുതച്ച ഒരു പ്രഭാതം. കൃഷിയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കർഷകരുടെ ഈ കാഴ്ച പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സമ്മിശ്ര കർഷകനായ വാസുവേട്ടന്റെ കൃഷിയിടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഞങ്ങളെ വരവേറ്റത് ഒരു പൂക്കാലം തന്നെയായിരുന്നു. മതിലിനു മുകളിൽ മഞ്ഞപ്പട്ട് വിരിച്ചിരിക്കുകയാണ് കാറ്റ്സ് ക്ലൗ. ഗ്രാമീൺ ബാങ്കിൽ മാനേജറായിരുന്നു വാസുവേട്ടൻ. ബാങ്കിലെ ജോലി തിരക്കുകൾക്കിടയിലും കൃഷി നെഞ്ചോട് ചേർത്ത ഇദ്ദേഹം റിട്ടയർമെന്റിലും കൃഷിയെ കൈവിട്ടില്ല. കൃഷി എന്നാൽ ജീവനാണ് വാസുവേട്ടന്. ചെറുപ്പം മുതലേ കൃഷിയോട് വലിയ താല്പര്യമുണ്ട്. പരമ്പരാഗതമായി കൈമാറി വന്ന സ്ഥലത്താണ് വാസുവേട്ടന്റെ കൃഷികൾ പലതുമുള്ളത്. കൃഷി മാത്രമല്ല, വീട്ടിൽ വലിയൊരു പൂന്തോട്ടവും ഇദ്ദേഹം പരിപാലിക്കുന്നു. അതിരാവിലെ തന്നെ വീടിനടുത്തുള്ള കൃഷിയിടത്തിലേക്ക് പോവുകയാണ് വാസുവേട്ടൻ. കൊയ്ത്തുകഴിഞ്ഞ വയലിൽ കുറച്ചു പച്ചക്കറി കൃഷിയുണ്ട്.
അവിടെ കാട് ചെത്തലും നനയ്ക്കലുമൊക്കെയാണ് ഇന്ന് രാവിലത്തെ ജോലികൾ. പയറും വെള്ളരിയും മധുരക്കിഴങ്ങുമൊക്കെയുണ്ട് ഈ കൃഷിയിടത്തിൽ. വയലിനോട് ചേർന്ന് തന്നെയുള്ള ഈ കുളമാണ് കൃഷിയിടത്തിലേക്കുള്ള പ്രധാന ജലസ്രോതസ്. സദാസമയവും കുളത്തിൽ നിറഞ്ഞ് വെള്ളമുണ്ടാകും. KGB മാനേജറായിരുന്നു ഗവൺമെൻറ്. കഴിഞ്ഞ ജൂലൈയിൽ റിട്ടയറായി. ജൂലൈ ഓഗസ്റ്റിൽ അതിന് ശേഷം പിന്നെ കൃഷി കാര്യങ്ങളിലേക്ക് കിട്ടി. വീട്ടിൽ താല്പര്യമില്ല. ഞാൻ വേഗം തന്നെ പോകാം, പക്ഷേ പലരും വിളിച്ചിരുന്നു. ഇതാണിപ്പോൾ മനസ്സിന് സന്തോഷം കിട്ടും. നമുക്കൊരു വ്യായാമമായി. നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷി ജീവിക്കുന്ന ആളുകളാണ്, കൃഷി താല്പര്യമുള്ള ആളുകളാണ്. ചെറുപ്പം മുതലൊക്കെ ഞാനത് പണ്ട് 8ാം ക്ലാസ് മുതൽ കൈക്കോട്ട് കൃഷി തുടങ്ങിയ ആൾക്കാർ. നല്ല വ്യക്തി 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ടൊക്കെ സ്കൂളിൽ പോക്കുള്ളൂ. നമുക്ക് ഷിഫ്റ്റായിരുന്നു. ഉച്ച കഴിഞ്ഞാണെങ്കിൽ രാവിലെ 8, 9 പഠിക്കുന്ന സമയത്ത് ഉച്ച വരെ കൃഷി മുന്നിൽ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനത്തെ മുതലൊക്കെ ആയിട്ട് പോകും. അന്നേരമൊക്കെ പൊടിവെള്ളം അറിയും ഈ സമയമാണ്. അതുപോലെ കൂട്ടിട്ട് നെല്ല് കഴിക്കും. കൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം ഇത് പരിപാടി അറിയാം. അപ്പോൾ തലമുറക്കൊന്നും അറിയില്ല. ഇത് മറ്റേ മുഖം വെച്ച് കന്നേലിനെ കൊണ്ട് കൂട്ടി ഉഴുത് കൃഷിയിറക്കി നിൽക്കുന്ന ആളുകളാണ്. പിന്നെ അത് നമ്മളത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പുറത്തുനിന്ന് ഇങ്ങനെ പോകും. വരുന്ന തലമുറക്കൊന്നും കൃഷി അറിയത്തില്ല, കൈക്കോട്ട് പിടിക്കാൻ പോലും അറിയത്തില്ല. അത് വേറെ രസം. വേറെ രസം ജീവിതത്തിൽ. മൈൻഡ് നല്ലൊരു മാറ്റം. അത് നമ്മളിപ്പോൾ അങ്ങനെ വലിയ ടെൻഷനും കാര്യമൊക്കെ മറ്റേ ജോലി ചെയ്ത് നമുക്ക് വളരെ ഇപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു സന്തോഷം പോകുന്ന പരിപാടിയാണ് ചെടികൾ, കൃഷി. വയലിലെ ജോലി കഴിഞ്ഞാൽ അടുത്ത യാത്ര കവുങ്ങിൻ തോപ്പിലേക്കാണ്. രോഗം ബാധിച്ച് നശിച്ചു തുടങ്ങിയ കവുങ്ങുകൾക്കിടയിൽ ഇപ്പോൾ ഇടവിളയായി വളരുന്നത് പല ഇനങ്ങളിലുമുള്ള മാവുകളാണ്. നല്ല കായ്ഫലമുള്ള മൽഗോവ, നീലം തുടങ്ങി വിവിധ ഇനങ്ങളാണ് ഈ തോട്ടത്തിൽ നിറയെ കായ്ച്ചു നിൽക്കുന്നത്. നിറയെ കവുങ്ങുണ്ടായിരുന്ന ഇപ്പോൾ കായൊന്നുമില്ല. ഇതൊരു 15 കിലോ ഉണ്ട്. എല്ലാം കായുണ്ട്, എല്ലാം കായുണ്ട്. ഇല്ലല്ല, വ്യത്യസ്തങ്ങളാണ്. ഇത് മൽഗോവ, നീലം, അതുപോലെ വ്യത്യസ്തം. നാടൻ മാവുകളുണ്ട്, പക്ഷെ അത് കായ്ക്കുന്നില്ല. ഇതൊക്കെ നാടൻ മാസം മാവ് വെച്ച് ചെറിയ പൊക്കം അധികം വെക്കില്ല. അങ്ങനെ തന്നെ കായ്ച്ചു തുടങ്ങും. ഇതിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട് കഴിച്ചു. കഴിഞ്ഞ 3 വർഷം വെച്ചാണ്. കഴിഞ്ഞ വർഷം ചെറുതായിട്ട് ഒന്ന് പൂത്തു മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വർഷം നിറയെ പൂത്തു കായം വന്നു. നമ്മളിത് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ചെടിയായിട്ട് അത് കായ് വലയ്ക്കുമ്പോൾ ഒരു ചെടിയുടെ പൂത്ത് കാണുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന മാറ്റം ഒരു സന്തോഷം അത്ര തന്നെ. കൃഷി വരുമാനത്തിലുപരി മാനസികപരമായും ആരോഗ്യപരമായും ഏറെ പ്രയോജനം ചെയ്യുന്നുവെന്നാണ് വാസുവേട്ടൻ പറയുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ വിളയുന്ന പച്ചക്കറികളും പഴങ്ങളും സ്വന്തം ആവശ്യത്തിനും ബാക്കി വരുന്നവ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും നൽകുകയാണ് ഇദ്ദേഹം ചെയ്യുക. വീട്ടിൽ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടാനുള്ളൊരു പരിപാടി പോലെ ധാരാളം പൂച്ചെടികൾ മറ്റു കാര്യങ്ങൾ അതിനൊക്കെ പരിപാലിക്കുക 2 മണിക്കൂറോളം രാവിലെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് മനസ്സിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾ, അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും. അപ്പോൾ ഇത്തവണ വലിയ മെച്ചമുള്ള കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഉള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കുറേ മാവുന്നയൊക്കെ വെച്ചു 2 വർഷം മുന്നേ 4 വർഷം മുന്നേ ഒക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുള്ളൻ തെങ്ങ്, ചെറിയ കുട്ടികൾക്ക് വരെ കൈകൊണ്ട് പറിക്കാവുന്ന അത്ര വിധത്തിൽ അടി താഴെ ഉള്ള മാങ്ങകളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെത്തിയാൽ ഒരു 10-600ഓളം പൂച്ചട്ടികൾ തന്നെ ഉണ്ട്. അതിലൊരു 50 ടൈപ്പ് പൂച്ചെടികളുണ്ട്. ഇതെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിനൊരു നല്ല സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആസ്വാദനം കിട്ടുന്നത് നമുക്കിപ്പോൾ ഈ ചെടികൾ പരിപാലിക്കുമ്പോഴാണ്. പൂച്ചെടികൾ പരിപാലിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനൊരു സന്തോഷവും ഒരു നല്ലൊരു സമാധാനം, ഒരു ഉറക്കവും കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം എന്നെ സംബന്ധിച്ച് ഉപകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തോട്ടത്തിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഹോബി. ബാങ്ക് ആ ടൈം വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടാത്തൊരു ലൈഫാണ് ബാങ്കിൻ്റെ ജോലി വെച്ച് കഴിഞ്ഞാൽ.
കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ കൊടുത്ത വർഷം കൊടുത്തില്ല പിന്നെ തിരിച്ചെടുക്കണം, അതുപോലെ ഡെപ്പോസിറ്റ് കൂട്ടണം, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അന്നേരം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും അത് വെച്ചാൽ ഒരു ശരിക്കും ഒരു ഉറക്കം വരെ കിട്ടാത്ത അവസ്ഥയാണ് മാനേജർക്ക് ഉണ്ടാവുക. പൊതുവേ ഈ മാർച്ച് കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്ന് വെച്ചാൽ ഒരു നല്ല വർക്ക് നല്ല വർക്ക് വരുന്ന സമയമാണ്. കാരണം കിട്ടാക്കടം പിടിക്കണം, അതിന് തീർക്കണം, അതുപോലെ ഡെപ്പോസിറ്റ് കൂട്ടണം, ടാർഗറ്റ് എത്തിക്കാനുള്ള ആ പരക്കം വാച്ചിലായിരുന്നു ഞങ്ങൾക്ക് ഒരു കാലഘട്ടം. പക്ഷേ ഇപ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോൾ അതെല്ലാം കൂടി ഒരു അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിയായി മാറുകയും വീട്ടിലൂടെ എത്തുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഈ പൂച്ചെടികൾ പരിപാലിക്കുന്നതിന് നല്ലൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോൾ എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പണ്ടൊക്കെ ഒരു കാലത്ത് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. 10, 12, 15 വർഷത്തോളം ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ നമുക്ക് ഓരോരോ വിഷയങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇതാകുമായിരുന്നു. ശരിക്കൊരു സമാധാനം കിട്ടാത്തൊരു ലൈഫൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്വസ്ഥയും സമാധാനവും ഒരു നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ പരിചരിക്കുമ്പോഴൊക്കെ അതെന്താ നമ്മൾ ഈ പൂക്കൾ കാണുമ്പോൾ നമുക്കൊരു എന്താ ഒരു വളരെ സന്തോഷമാണ്. നമ്മൾ എവിടെ കണ്ടാലും ഇപ്പോൾ ഒരു ഗാർഡനിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വേറെ എങ്ങോട്ട് പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇവിടെ അവിടുത്തെ പൂച്ചെടികളാണ്. എന്തായാലും ചെറുപ്പം മുതലേ അതിനൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അന്നേരം ഒരു ചെറിയ കുടിവെള്ളത്തിൽ വീടുള്ള സമയത്തും ഞാൻ ചുറ്റും കണ്ടവാനും ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചെടികളെ. അവളാണ് ഇതിൻ്റെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ ഞാനൊരു സപ്പോർട്ടും കൂടി ചെയ്യുമ്പോൾ എനിക്കും കൂടി അതൊരു നല്ലൊരു സമാധാനവും സന്തോഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൂച്ചെടി താല്പര്യം തുടങ്ങിയത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അന്ന് റോസപ്പൂക്കൾ ഇറങ്ങാൻ പോകും. ഇഷ്ടംപോലെ റോസ് 10-70 ടൈപ്പ് റോസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അത് പിന്നെ ഇങ്ങനെ കാലങ്ങൾ മറിഞ്ഞ് പൂക്കളുടെ ആരാധന ഇങ്ങനെ കൂടിയിരുന്ന വെച്ച് പൂക്കൾ അങ്ങനെ മാറി വരുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ പൂക്കൾ വേറെ ടൈപ്പുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ എത്തി. എന്നാലും റോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും നന്നാവുന്നില്ല. അപ്പോൾ എന്നാലും ഉണ്ട് സംഗതിയൊക്കെ. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. നമുക്ക് ആരും കൊണ്ട് സമയം കൊണ്ട് തരില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തിയും നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ആദ്യം നമുക്ക് സമയബോധം വേണം. ആ സമയബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തിരക്കും അല്ലെങ്കിൽ ഏത് ജോലി നമുക്ക് അത് ചെയ്യാൻ പറ്റും. കൃത്യനിഷ്ഠ, അതായത് ജീവിതത്തിൽ കൃത്യനിഷ്ഠ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് സമയത്ത് എഴുന്നേൽക്കണം, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ഒരു മീറ്റിങ്ങിന് പോകുകയാണെങ്കിൽ നമ്മൾ അത് എപ്പോൾ ആ മീറ്റിങ്ങിന് ടൈമിൽ തന്നെ എത്തിയിരിക്കണം. അതാണ് നമ്മൾ കൃത്യനിഷ്ഠ വേണം. നമ്മളെപ്പോഴും ജോലി ഞാൻ എൻ്റെ മറ്റേ ജീവിതത്തിൽ ബാങ്ക് ജീവിതത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും വൈകി എത്തിയിട്ടില്ല. 1 മണിക്കൂർ നേരത്തെ രാവിലെത്തും. ഒരു ദിവസം പോലും ടൈമിന് ഇറങ്ങാൻ കഴിഞ്ഞ് 5 മണിക്ക് ഇറങ്ങിയിട്ടില്ല. 6 മണിക്ക് 7 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ലൈഫായിരുന്നു അത് നമ്മളൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളെന്ത് ഇപ്പോൾ നോക്കുമ്പോൾ സമയം നമ്മളെ കണ്ടെത്തുക. ഒരുപാട് തിരക്കുള്ള സമയങ്ങൾ അന്ന് ഞാൻ ബാങ്ക് ജോലിയുടെ സമയത്തിലും സമയം ഞാൻ കണ്ടെത്തുമായിരുന്നു. ഇതിന് ഒന്നുകിൽ നേരത്തെ 5 മണിക്ക് 6 എഴുന്നേറ്റ് പൂച്ചയിലേക്ക് നനച്ചിട്ട് ഞാൻ ബാങ്കിൽ പോവാം. അപ്പോൾ അത് നമുക്കൊരു മനസ്സിലൊരു ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കുറേ പൂക്കളെ കാണുമ്പോൾ നമുക്കത് നല്ല മനസ്സിലൊരു സന്തോഷവും അത് എന്താണെന്ന് പിന്നെ നമുക്കൊരിക്കലും ഒരു ദേഷ്യം വരില്ല. അതുകൂടി കാണണം. നമ്മൾ ഇത്തരം പൂച്ചെടി പരിപാലിച്ച് നോക്ക്, നമുക്ക് മൈൻഡ് സെറ്റപ്പൊക്കെ മാറും. നമുക്ക് ഒരാളോട് പെട്ടെന്ന് ദേഷ്യം വരില്ല, നല്ല സംസാരിക്കാൻ തോന്നും. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ട് അനുഭവങ്ങൾ. എനിക്ക് അക്കാര്യത്തിൽ അതേ പറഞ്ഞു. നല്ല ശരിക്ക് നമ്മളൊരു ദേഷ്യപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവില്ല. എപ്പോഴും നല്ലൊരു മൈൻഡായിരിക്കും നമുക്ക്. ഇത് വീട്ടാവശ്യത്തിനും ചെറിയൊരു വരുമാനം നേടാനുമായി കോഴിയും ഗൂസുമൊക്കെ വാസുവേട്ടൻ്റെ വീട്ടിലുണ്ട്. വാസുവേട്ടൻ്റെ ഭാര്യയ്ക്കാണ് ഇവരെയൊക്കെ നോക്കാനുള്ള ചുമതല. ഇത് ഭാര്യയുടെ സെക്ഷനാണ്. അവളെ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് രാവിലെ എഴുന്നേറ്റ് കോഴിക്ക് തീറ്റ കൊടുക്കുന്നു, വൈകുന്നേരം എല്ലാം കൂട്ടി ഇതാക്കുന്നു. നല്ല സെറ്റപ്പെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ധാരാളം നാടൻ കോഴികളുണ്ട്, അതുപോലെ ഗൂസുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അത് ആവശ്യക്കാർ വന്നാൽ കൊടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം മുട്ടയ്ക്ക് പറ്റൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ്. വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ആൾക്കാരെല്ലാം വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നല്ലൊരു ചെറിയൊരു സൈഡ് അവർക്കൊരു സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്തു പോരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത്. ഒരാളിങ്ങനെ ഇത് പറഞ്ഞാൽ ബാംഗ്ലൂർക്ക് മറ്റേ പോവുകയാണ്. ഇതിനടുത്തുണ്ടായിരുന്നു 2 ഇപ്പോൾ മോൻ പോയിട്ട് കൊണ്ടുവന്ന് ഇവിടെ വളർത്തി. പിന്നെ അത് നോക്കുമ്പോൾ ഒരു രസമുള്ള പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ വരും. വീട്ടിലെന്ത് അല്ലെങ്കിൽ വയൽ കൂടി എന്തെങ്കിലും പോവുകയാണെങ്കിൽ രാത്രി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു അപശബ്ദം വെക്കുകയാണെങ്കിൽ ഇത് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അവർ നല്ലൊരു ഏർപ്പാടാണ്. അതുകൊണ്ട് അതിന് കളഞ്ഞില്ല. അത് ഇങ്ങനെ കൊണ്ടുവരുത്തി കളക്കുന്നുണ്ട് ബസ്. രാത്രിയൊക്കെ എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ മതി, അപ്പോൾ അത് ബഹളം വയ്ക്കും. നമുക്ക് പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് നല്ല നാടൻ കോഴികളാണ് ഇവരുടെ പക്കലുള്ളത്. നാടൻ കോഴി ആയതിനാൽ തന്നെ മുട്ടയ്ക്കും ഇറച്ചിക്കും വളർത്താനുമായി ആവശ്യക്കാരേറെയാണെന്ന് വാസുവേട്ടൻ പറയും. നാടൻ കോഴിയൊക്കെ അസുഖങ്ങൾ കുറവായിരിക്കും. അതൊക്കെ നല്ല നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് ഈ പറമ്പിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ അതിൻ്റെ ഭക്ഷണം മരുന്നുകളും പ്രതിരോധ മരുന്നുകൾ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കും.
പക്ഷേ മറ്റേതിനൊക്കെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊന്നും വേണ്ട. അതിന് വളർത്തിയിട്ട് അത് വിരിച്ചിറക്കി വിട്ടാൽ മാത്രം മതി. അതായത് ഒരു വിരിയിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അത് വിൽപ്പനയ്ക്ക് തയ്യാറാവും. ആവശ്യക്കാർ വരുമ്പോൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ പ്രായത്തിനനുസരിച്ച് വില കൂടുക. വാസുവേട്ടന്റെ കൊച്ചുമകനടക്കം കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലുമൊക്കെ മുൻപന്തിയിലുണ്ട്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയിലാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയും മറ്റും മുന്നോട്ടു പോകുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും ഇതൊരു ജോലിയായി കാണാതെ ഒന്നിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളയും 100 മേനിയായി ഇവിടെ വിളയും. അതായത് പൂച്ചെടികൾ വെക്കുമ്പോൾ നടന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഒരു ചട്ടിയൊക്കെ എടുത്ത് അതിൽ എല്ലാ മണ്ണൊക്കെ നിറയ്ക്കാനും കുഞ്ഞുകുട്ടി ചെറിയ കുഞ്ഞടക്കം വന്നിട്ട് ഇത് കാര്യങ്ങൾ അവനാണ് മുന്നിൽ വന്നിട്ട് ഇത് തുടങ്ങുക പരിപാടി. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അതുപോലെ നനയ്ക്കുന്നത് ഞാൻ നനച്ചില്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ മരുമോളോ മോനോ ആരെങ്കിലും ഇത് ചെടിക്കുള്ള വെള്ളമൊക്കെ ഒഴിക്കും. അത് ഒരിക്കലും ഞങ്ങൾ ഈ വാടി കാണില്ല ചെടി. കാരണം വാടി കാണുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. അതേപോലെയാണ് ഇവർക്ക് ഒരു നേരത്തെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതാണ് എപ്പോഴും ഈ ചെടികൾ നമ്മുടെ മുഖത്ത് നോക്കുന്ന പോലെ തന്നെ ആയിരിക്കും. നമ്മളെ ഓരോ സമയത്തുള്ള സന്തോഷം ഇത് പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷം പോലെ തന്നെ മുഖത്ത് സന്തോഷം അപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാടി നിൽക്കുന്ന സമയത്ത് എന്തൊരു കാണാനും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ചെടികൾക്ക് നല്ലപോലെ വെള്ളമാണ് ഇത് മുഖ്യമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് വെച്ചാൽ നല്ല ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കോഴി വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണ് ഉറ്റും ചേർത്ത് ഈ മിശ്രിതത്തിൽ ഞങ്ങൾ നടുക. അധികം ഈ മറ്റേ മരുന്നുകളൊന്നും ചെയ്യലില്ല. ഒരു മരുന്ന് പൂക്കാൻ വേണ്ടിയുള്ള മരുന്ന് അങ്ങനെ ചെയ്യലൊന്നുമില്ല. അതുകൊണ്ടാണ് അധികം പൂക്കളില്ല. വേണ്ട ഇങ്ങനെ ഉണ്ടായാൽ മതി, വേണമെങ്കിൽ ചെയ്യാം. 19 കഴിഞ്ഞാൽ പൂക്കാനുള്ള പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അധികം മരുന്നുകളൊന്നും ചേർക്കല്ല. വീട്ടിലായിക്കോട്ടെ, ഈ ചെടികൾക്കായിക്കോട്ടെ, പച്ചക്കറിക്കായിക്കോട്ടെ, ഈ വിളകൾക്കായിക്കോട്ടെ ഒന്നും ചെയ്യില്ല. നെൽകൃഷിക്ക് ഞങ്ങൾ വളം ഉപയോഗിക്കില്ല. നല്ലപോലെ ചാണകം ഇട്ട് നടുക ചെയ്യുക. എല്ലാവരും കൂടി പോവുക. പുറത്ത് പോകുമ്പോൾ ചെടികൾ മറ്റേ നഴ്സറിയൊക്കെ പോകുമ്പോൾ എന്തായാലും അവിടെ ഒരു നഴ്സറി ഇറങ്ങുന്നത് 2 മണിക്കൂറും കഴിയും. മോനാണ് അതിൻ്റെ ആൾ. ഇഷ്ടംപോലെ കാണുന്ന ചെടിയൊക്കെ അവൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അപ്പുറത്തെ കണ്ട മാവിൻ്റെയൊക്കെ മൊത്തം തെങ്ങിൻ്റെ ഒക്കെ അങ്ങോട്ട് വെച്ചതാണ്. ഞാൻ അതിൻ്റെ കൂടെ പോയി ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഏത് ഷോപ്പ് കയറിയാലും ഇങ്ങനത്തെ പെറ്റ് ഐറ്റംസിൽ അതിനൊക്കെ ഭയങ്കര താല്പര്യം മോന്. അതുപോലെ തന്നെ എല്ലാ ചെടികളും കാര്യങ്ങളും പിന്നെ അവന് വൈഫാണ് മിക്ക എല്ലാ കാര്യങ്ങളും ഇത് മറ്റു ചെടികളെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വാസുവേട്ടൻ്റെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ വലിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, ശരിക്കും ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സന്തോഷമാണ് ഈ കൃഷിയും കാര്യങ്ങളും, അതുപോലെ പൂന്തോട്ടങ്ങളും ചെടികളും ഇതുപോലെ കോഴി വളർത്തലും ഗൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സന്തോഷമായിട്ടുള്ളൊരു കൃഷിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി, കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്യുക. അതൊക്കെ നമുക്ക് വലിയൊരു വരുമാനത്തിലേക്കല്ല, നമുക്ക് സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ അയൽക്കാർക്ക് കൊടുക്കുക, അതുപോലെ ചെറിയൊരു വരുമാനം നേടുക, അതിലുപരി വലിയ സന്തോഷം നേടുക. ഇതൊക്കെയാണ് വാസുവേട്ടൻ്റെ ഒരു കൃഷിയുടെ വിശേഷങ്ങൾ. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടത് അല്ലേ. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളും നിറഞ്ഞു കാഴ്ചയ്ക്കുന്ന ചെറിയ മാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടു അല്ലേ. അപ്പോൾ എന്തായാലും പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വ്യത്യസ്തമായ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.